ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ചൈനീസ് കോളർ ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കോളർ നെക്കാണിത്. അതുപോലെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ടാണ് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ചുരിദാറിൻ്റെ ഭാഗങ്ങൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു സാധാ ക്ലോത്തിൽ നെക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമുക്ക് ചുരിദാറിനുള്ള ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ ടോട്ടൽ ഷോൾഡറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കണേ. കോളർ നെക്കിന് നമ്മളെപ്പോഴും 1/2 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുക്കും, എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അവനവൻ്റെ അളവാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ആം ഹോൾ കൊടുക്കുകയാണ്. 1/2 ഇഞ്ച് നമ്മൾ താഴ്ത്തി കൊടുക്കുന്നു. അവിടെ നിന്ന് നമ്മളൊരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ആം ഹോളും നമ്മളുടെ സ്വന്തം അളവ് മാർക്ക് ചെയ്താൽ മതിയേ. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഈ അളവുകളെല്ലാം പറയുന്നത്. ബാക്കി പോർഷനൊക്കെ ചുരിദാറിൻ്റേത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തോണേ. ഇനി നമ്മൾ ഒരു 2.25 ഇഞ്ചാണ് ഈ ചൈനീസ് കോളറിന് ഉള്ള ഒരു പ്രോപ്പർ അളവ്. 2.25 മതി സാധാരണ മിക്കവർക്കും. ആ 2.25 അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ 2.25 നിന്ന് നമ്മൾ ഒരു 1.25 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ലെങ്ത് എടുക്കുകയാണെങ്കിൽ ആദ്യമേ അടയാളപ്പെടുത്തിയ ആ 2.25 നിന്ന് നമ്മളൊരു 8 ഇഞ്ചാണ് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം ഈ 1.25 ഇഞ്ച് വിട്ട് മുകളിൽ കൊടുത്തത് തന്നെ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ പോയിൻറ്റുകളെ തമ്മിലും നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് എത്ര വേണമെങ്കിലും മാർക്ക് ചെയ്യാവേ, അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അവിടെയും നമ്മൾ ഒരു 1.25 ഇഞ്ച് വിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ഫ്രണ്ട് പോർഷനിലാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇതിനെ നമ്മളൊന്ന് നിവർത്തി കൊടുക്കുന്നു. ഇങ്ങനെ നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടേക്ക് ഒരു ഇൻ്റർഫേസിങ്, അതായത് ബക്രം, അതിൻ്റെ ആ സ്റ്റാർച്ചുള്ള ഭാഗം വെച്ച് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ്. ഒരു പീസ് എടുത്ത് ഇതുപോലെ അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് ആ ഭാഗം ഇതുപോലെ എടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ അവിടെ മടക്കി കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് ആ ഭാഗത്ത് മാത്രം നമ്മളിങ്ങനെ ബക്രം കൊടുക്കുന്നു. എന്നിട്ട് ഈ സൈഡ് വഴി ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ ആ സൈഡിൽ നിന്ന് അകത്തേക്ക് 1/2 ഇഞ്ചാണ് വിഡ്ത്തിൽ ഇതുപോലെ ഈ ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തുകൂടെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ മാത്രമേ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇതുപോലെ നിവർത്തുന്നു. ബാക്ക് പോർഷൻ നമ്മൾ മാറ്റിയേ, ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് ലഭിച്ചേ. ഇനി ക്രോസ് കട്ട് ചെയ്ത ഒരു സ്ട്രിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് വിഡ്ത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 7 ഇഞ്ച് വിഡ്ത്താണ് കൊടുത്തിരിക്കുന്നത്. ക്രോസ് കട്ട് ചെയ്താലേ വലിഞ്ഞ് കിട്ടത്തുള്ളൂ, അതിന് വേണ്ടി അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി 1 ഇഞ്ച് വിഡ്ത്തിൽ ബക്രത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ലെങ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 35 ഇഞ്ച് ലെങ്തും 1 ഇഞ്ച് വിഡ്ത്തുമുള്ള ഇൻ്റർഫേസിങ് അല്ലെങ്കിൽ ബക്രം എന്ന് പറയുന്ന ആ സ്ട്രിപ്പ് നമ്മളിങ്ങനെ മുറിച്ചെടുത്തു. എന്നിട്ട് ഈ നമ്മൾ ക്രോസ് കട്ട് ചെയ്തെടുത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് മടക്കി വരുമ്പോൾ അതിൻ്റെ പകുതിയിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റാർച്ചുള്ള ഭാഗം നമ്മളുടെ ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് അയൺ ചെയ്ത് നമ്മളിതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ബാലൻസ് നിൽക്കുന്ന ആ ഹാഫിലേക്ക് നമ്മൾ മടക്കുമ്പം വരേണ്ട ആ പോർഷനും ഇതുപോലെ നമ്മൾ അയൺ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഒരു സൈഡ് അയൺ ചെയ്തെടുത്തു. അതിനുശേഷം അതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിലൂടെ അയൺ ചെയ്തെടുക്കണം. ഈ സ്ട്രിപ്പ് ഇതുപോലെയാണ് നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ അയൺ ചെയ്തതിന് ശേഷം ആ ബാലൻസ് നിൽക്കുന്നത് നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ട് നമ്മളുടെ ഇൻ്റർഫേസിങ്ങുമായിട്ട് ക്ലോസ് ആയ രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ സൈഡുകളെല്ലാം നല്ല നീറ്റായിട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ അയൺ ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനി അയൺ ചെയ്തെടുത്ത് നിന്ന് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ
വരുന്ന രീതിയിൽ ഈ ഭാഗം ഇതുപോലെ നമ്മൾ ബാലൻസ് അങ്ങ് കട്ട് ചെയ്യുകയാണ്. അപ്പം ഈ സ്ട്രിപ്പ് ഇങ്ങനെ ബാലൻസ് ഇതുപോലെ ലഭിക്കും. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അകത്തേക്കാക്കി വെക്കണേ. അതിനു വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മളിപ്പോൾ ഈ സ്ട്രിപ്പ് ഇങ്ങനെ നോക്കുന്നത്. ഇപ്പം 2 സൈഡിൽ നിന്ന് കണ്ടാൽ നമുക്ക് ബാലൻസ് നിൽക്കുകയില്ല, അകത്ത് വരുന്ന രീതിയിലാണ് ആക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇതിനെ അയൺ ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഈ സ്ട്രിപ്പ് ലഭിക്കുക. ഇതുപോലെയാണ് ഇപ്പോൾ ഈ സ്ട്രിപ്പ് ഇങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ക്ലോസ് ആയ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലൊരു ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലേസിൻ്റെയും നല്ല വശം ഇതുപോലെ വരുന്ന രീതിയിൽ സൈഡ്, അതിന് വിഡ്ത്തൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാവേ. നമ്മൾ അതായത് ആ സ്ട്രിപ്പിൻ്റെ ക്ലോസ് ആയ ഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഓപ്പൺ സൈഡിലല്ല, ക്ലോസ് ആയ സൈഡിൽ. ഇങ്ങനെ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ലേസ് ഈ സ്ട്രിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു ഭാഗത്ത്, അതായത് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ കോർണർ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ. ആദ്യമേ നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു. ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ അങ്ങ് ചെയ്താൽ മതിയേ. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനൂടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പം ബാക്ക് പോർഷൻ്റെ നെക്കൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ബാക്ക് പോർഷൻ അതേപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുന്നു. അടുത്ത ഷോൾഡറും ആം ഹോളിൻ്റെ ഈ ഇവിടെ ഒരുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആം ഹോളിൻ്റെ ആ ഭാഗങ്ങൾ തമ്മിൽ ഒരുപോലെ ഇരിക്കണം. എന്നിട്ട് നെക്ക് നമ്മൾ ബാക്ക് പോർഷനിൽ കട്ട് ചെയ്യുന്നേ ഇല്ല. ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി ഇങ്ങനെ നല്ല നീറ്റായിട്ട് നല്ല വശമാണ്, നല്ല വശം നമ്മളുടെ ഇപ്പം പുറത്ത് കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മളിപ്പം ഈ ഫ്രണ്ട് പോർഷനിലേക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചു. ഇനി നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് നീട്ടി കൊടുത്ത് ഈ ഭാഗം ഇതുപോലെ കുറച്ച് ഈ ഭാഗം ഇങ്ങോട്ട് നീട്ടി കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ല നീറ്റായിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇവിടെ എല്ലാം ചെയ്യുമ്പോൾ കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുക്കണം. ഈ ഭാഗം നമ്മൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നഖം കൊണ്ട് എന്നിട്ട് നന്നായിട്ട് നീറ്റാക്കി കൊടുത്താൽ മതിയേ. അതിനുശേഷം ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ താഴത്തെ ആ മടക്കി കൊടുത്ത് അതിലൊന്നും നമ്മളുടെ തയ്യൽ വീഴരുത്. ഈ സൈഡിൽ നിന്ന് മാത്രമേ വീഴാവുള്ളൂ. ആ ഭാഗമെല്ലാം നമ്മൾ കൈകൊണ്ട് മാറ്റി കൊടുത്ത് ഇതുപോലെ ഈ ഭാഗം അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല സ്ലോയിൽ, വളരെ സ്ലോയിൽ ഇതുപോലെ ഓരോ ഭാഗങ്ങളും കുറേശ്ശെ കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി. ഒത്തിരി ആയിട്ട് കൊടുത്താൽ നീറ്റായി കിട്ടത്തില്ല. അല്പം വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചോളവേ അകത്തേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഈ ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പോഴും ഇവിടം ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല നീറ്റാക്കി കൊടുക്കുക. അതൊക്കെ നമ്മൾ കൈകൊണ്ട് എത്രയാണോ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയാണ് ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടതെന്നുള്ളത്. ആ രീതിയിലാണ് ആ ഭാഗം എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ബാക്ക് നെക്കിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അടുത്ത ഷോൾഡറിൻ്റെ അറ്റാച്ച് ചെയ്തെടുത്തേക്കും വന്നു. അവിടവും നമ്മൾ ഇതുപോലെ, അപ്പോൾ ചുളുക്കം ഒന്നും വീഴാതെ നല്ല നീറ്റായിട്ട് നമ്മൾ കൈകൊണ്ട് വേണം അവിടെ പെർഫെക്റ്റ് ആക്കി കൊടുത്ത് വേണം ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇവിടെ നമ്മളിപ്പം അടുത്ത ആ താഴെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോർണർ കട്ട് ചെയ്ത് അവിടേക്ക് ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ നല്ല പ്രോപ്പറായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എങ്ങനെയാണോ ഷേപ്പ് ഇരിക്കുന്നത് അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അവിടെ ലോക്ക് ഇടുക. അതിനുശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മൾ എടുക്കുകയാണ്. നീണ്ടു നിൽക്കുന്നത് ഒരല്പം കുറച്ച് നീണ്ടു നിർത്തി ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനിയും നമ്മൾ ഈ ഭാഗങ്ങളെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അകത്തേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ കൈകൊണ്ടാണ് നല്ല നീറ്റാക്കി കൊടുക്കേണ്ടത്. കൈകൊണ്ട് നല്ല ഭംഗിയാക്കി നമ്മൾ ആ മുകൾ ഭാഗത്തുള്ളത് അകത്തേക്കെല്ലാം ആക്കി നല്ല നീറ്റാക്കി ചുളുക്കമൊക്കെ ഇല്ലാതെ നല്ല ഭംഗിയാക്കി നമ്മൾ അവിടെ കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഇങ്ങനത്തെ അടിഭാഗം ഇതുപോലെ ലഭിക്കും. അപ്പോൾ ഒരുപാട് നീണ്ടു നിൽക്കേണ്ട, ബാലൻസ് കട്ട് ചെയ്ത് ഒരല്പം അവിടെ വെച്ചിട്ട് ഇതുപോലെ നല്ല നീറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. നല്ല നീറ്റായിട്ട് അതിൻ്റെ ആ സൈഡ് വഴി മാത്രം ഇതുപോലെ
സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എന്നിട്ട് ലോക്ക് ഇട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ കോളർ വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷോൾഡർ ഭാഗത്ത് നിന്ന്, ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് അവിടുന്ന് ഒരു 8 ഇഞ്ച് വരുന്നത് എവിടെയാണോ അവിടേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 8 ഇഞ്ച് വരുന്നിടത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ആയിട്ടല്ലേ കിടക്കുന്നത്, അവിടെ നമുക്ക് ക്ലോസ് ആയി കൊടുക്കണം. ഈ സെയിം കളർ തന്നെയുള്ള ക്ലോത്ത് എടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഇതുപോലെയൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എവിടെയാണോ നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ വരെ നമ്മളുടെ ആ അടിഭാഗത്ത് വെച്ചത് വരാൻ പാടുള്ളേ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ പോയിൻറ്റിലൂടെ തന്നെ വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്, അതിൻ്റെ സൈഡിലൂടെ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കും. അവിടം വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലോക്ക് ഇട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു കോളറാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരാൾക്കും അവനവൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം. നെക്ക് എടുക്കുമ്പോൾ മാത്രം സാധാരണ എല്ലാവർക്കും മിക്കവർക്കും ഒരു 2.25 ഇഞ്ച് കൊടുത്താൽ മതി. അവിടെ നിന്നിട്ട് 1.25 കൊടുത്താൽ മതി. ഇനി അതല്ല കുറച്ചുകൂടെ ടീനേജ് ഗേളിനൊക്കെ ആണെങ്കിൽ ആ 2.25 എന്നുള്ളത് ഒരു 2 ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഫുള്ളായിട്ട് കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ, എങ്കിൽ മാത്രമേ വീഡിയോ ഇടാനായിട്ട് തോന്നത്തുള്ളേ. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു ഇൻസ്റ്റയും ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ